എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. എല്ലാവർക്കും ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയുടെ അവസാന ഭാഗമാണ് ഞാൻ ആദ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് കിട്ടിയ പ്രോഫിറ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. ലൈവിൽ ഉണ്ടായിരുന്ന വ്യക്തികളുടെ ഡീറ്റെയിൽസ് ആണ്. പിയിലും ഒക്കെ ആവറേജ് 2875, അതേപോലെ 21,081, അതേപോലെ തന്നെ 300, 1130, 2817, 1257, ഇനിയും പുറകെ വരാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു എൻട്രി എടുക്കാം, എങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യണം. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എടുക്കുന്ന അവിടെ നിന്ന് തന്നെ ഗ്രീൻ കണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എത്തുന്നത് വരെ എല്ലാ ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിൽ വരണമെന്നുള്ള ധാരണ തെറ്റാണ്. മാർക്കറ്റ് റെഡും ഗ്രീനും അതേപോലെ OHCL ഉണ്ട്, ക്യാൻഡിൽസിന് ഓപ്പൺ ഹൈ ലോ ക്ലോസ് ഉണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ലോങ് ഡയറക്ഷണൽ ട്രേഡിൽ നമുക്ക് എങ്ങനെ പ്രോഫിറ്റബിൾ ആവാം, ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എങ്ങനെ എത്താം, എത്തുന്ന ലെവലുകൾ 150 പോയിൻ്റ് റൈഡ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പല പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ടാർഗറ്റ് നമുക്ക് ആ ഒരു പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ദയവ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം എന്ന റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോകാം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്, അതും കൂടെ മനസ്സിലേക്ക് വെക്കുക. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂവേഷൻ ഒരു പി എടുക്കാം, രാവിലെ തൊട്ടൊരു പി എടുത്ത് ഹോൾഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റ് ഓൾറെഡി 83 പോയിൻ്റ് ഡംപിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ വരച്ച് വെച്ച വരകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 24,567 ഭാഗത്താണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇക്കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സോണിലാണോ എന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ എന്നുള്ള കാര്യങ്ങൾ, അതായത് കുറച്ചും കൂടെ ഒന്ന് താഴത്തേക്ക് മാർക്കറ്റ് വരാം, ഇല്ലെങ്കിൽ
ഈ ഒരു ഭാഗത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് മാർക്കറ്റ് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി കാൽക്കുലേഷൻ ചെയ്യാം. മനക്കണക്കൊന്നും കൂട്ടിയിട്ടില്ല, അത് കൂട്ടാതെയാണ് നമ്മൾ വരച്ചു വെച്ചത്. അപ്പോൾ 24,647 മൈനസ് 87 പോയിൻ്റ് എങ്ങാണ്ടുമാണ് ഏകദേശം. അപ്പോൾ 24,560 24,567 കൺസോളിഡേഷൻ സോൺ ഉണ്ട്. മനസ്സിലായോ? അതായത് നമ്മൾ ഏകദേശം മനസ്സിൽ കണക്ക് കൂട്ടിയ സ്ഥലത്താണ് മാർക്കറ്റ്. 87 കാണിക്കുന്നുണ്ടെങ്കിലും മേ ബി ചിലപ്പോൾ 87 വരാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് ആദ്യം സംഭവിക്കാൻ പോകുന്നത് മാർക്കറ്റ് ഒന്ന് ഡൗൺ ആവും. അതിനുശേഷം ഈ പ്രീവിയസ് ഡേയുടെ ലോവിലേക്ക് മാർക്കറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യും. കാരണം അവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ട്, പ്രീവിയസ് ഡേ ലോയും ഉണ്ട്. അത് കറക്റ്റായിട്ടാണ് അവിടെ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ലോവിലേക്ക് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. RSI ഓൾറെഡി ക്രോസ് ഓവർ ആവാൻ നിൽക്കുന്നു. അതേപോലെ 30 മിനിറ്റിൽ താഴത്തോട്ടാണ്, 1 അവറിൽ ക്രോസ് ഓവർ ആവാൻ നിൽക്കുവാണ്. അപ്പോൾ ഒരു വലിവ് എപ്പോഴും മാർക്കറ്റിൽ പി സൈഡിലേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴാണ് സീനെ പറ്റി ആലോചിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. 24,609 മുകളിൽ ക്യാൻഡിൽ ഏകദേശമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് 24,618 മുകളിലോട്ട് മാർക്കറ്റ് പോയാൽ മാത്രം 24,561 എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ മാർക്കറ്റിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം മാർക്കറ്റ് കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ മാർക്കറ്റ് ഡംപോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡംപ് നമ്മളെവിടം വരെ കോൺസെൻട്രേഷൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24,505 24,500 ഭാഗത്തേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ ബോക്സിൻ്റെ ഉള്ളിൽ കൺസോൾട്ടേഷൻ, ബോക്സിൻ്റെ പുറത്ത് വന്നാൽ ഗ്യാപ്പ്, ഈ ഒരു ഡേ ലോ ഗ്യാപ്പ് കേട്ടോ, പ്രീവിയസ് ഡേ ലോ ഗ്യാപ്പ് ഇട്ടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതിനുശേഷം മാർക്കറ്റ് ഇത് മുകളിലോട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴത്തോട്ടോ ആയിരിക്കും മാർക്കറ്റിൻ്റെ താൽക്കാലിക മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് സിയിൽ നമുക്ക് പിയിൽ ഇപ്പോൾ ഓൾറെഡി 86 പോയിൻ്റ് മാർക്കറ്റിൽ അപ്പാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 371 നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഇത്രയും കൂടെ ചെറിയ സ്ട്രൈക്ക് നോക്കാം. 124,700 പി ആണ് നമ്മളിന്ന് സെലക്ട് ചെയ്യുന്നത്. സിയിൽ മാർക്കറ്റ് നമുക്ക് 24,500 സെലക്ട് ചെയ്ത് വെക്കാം. അതെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 24,500 സി, 24,700 പി. ഈ 24,700 പിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 349 370 ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ അതിൽ. ന്യായമായിട്ട് 349 നോർമലായിട്ടൊരു ടാർഗറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിയിൽ 24,700 പി. അപ്പം അതിൽ ഇപ്പം മാർക്കറ്റ് ആദ്യമേ പോകാൻ പോകുന്ന ഏരിയ 80 പോയിൻ്റാണ് പറഞ്ഞിരിക്കണേ. 80 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു 217 237 ആ ഭാഗത്തൊക്കെ ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ പിയിലാണ് ആദ്യം തന്നെ ബൈ എടുത്ത് വെച്ചിരിക്കുന്നത്. അതതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ. 230 മുകളിലോട്ട് പോയാൽ മാത്രം നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. അത് 239 250 262 ഭാഗത്തേക്ക്. അല്ലാത്ത പക്ഷം RSI നിലവിലത്തെ ഒരു ലെവലെന്ന് പറഞ്ഞാൽ 217 ആണ്.
അത് 235 വരെ പോകുമെന്നൊക്കെ നമ്മൾ നോക്കണം. അതിനുശേഷം നമുക്ക് പിയിൽ ഒരു RSIയുടെ ക്രോസ് ഓവർ കിട്ടിയിട്ട് ശേഷം നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ് കേട്ടോ 225 മുകളിലോട്ട് മാർക്കറ്റ് സ്റ്റേബിളായിട്ട് നിന്നാൽ മാത്രമാണ് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ലെവലിലേക്കൊക്കെ പോകത്തുള്ളൂ. 285, 349. അപ്പോൾ 230 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ 230 ഭാഗത്തേക്ക് അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടേ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആവത്തുള്ളൂ. അപ്പോൾ 230 മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കാര്യങ്ങൾക്കൊക്കെ മേജോറിറ്റി ഒരു തീരുമാനമാക്കാം. അതിനുശേഷം ബാക്കി നമുക്ക് ആലോചിക്കാം. നിലവിൽ 190 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 167 വരത്തുള്ളൂ. കൺസോളിഡേഷൻ സോണാണ് മാർക്കറ്റ്. 215 എന്ന് പറഞ്ഞ ലെവല് കൺസോളിഡേഷനാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് കുറച്ച് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 230 മാർക്കറ്റ് ഒരു പ്ലേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. സീലും 230 ബ്രേക്ക് ചെയ്യേണ്ട പോയിന്റ്. ഇപ്പോൾ സീനെ സംബന്ധിച്ച് 230 മുകളിലോട്ട് പോയാൽ സീല് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം പിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ലെവൽ എന്ന് പറയണത് 225, 230 ഏരിയ ആണ്. ആ 230 മുകളിലോട്ട് മാർക്കറ്റ് സ്റ്റേബിളായ ഒരുപാട് കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. എങ്കിലും നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ലെവൽ എന്ന് പറയണത് ഇപ്പോൾ നിലവിൽ പറയാൻ പറ്റുന്നത് 230 മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ മറ്റേത് 190 താഴത്തോട്ട് പോകണമെന്ന് പറഞ്ഞു പി. ബട്ട് സിയിൽ 230 മുതൽ 239 വരെയുള്ളൊരു മാർക്കറ്റ് അപ്ഡേഷൻ നമുക്കൊരു 9 പോയിന്റ്. ഇനിയിപ്പോൾ 39 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 250 മൂവ്മെൻ്റ് ആയിരിക്കും അടുത്ത മൂവ്മെൻറ്റ് വരികയാണെങ്കിലും സിയിൽ വരത്തുള്ളൂ. കാരണം RSIയിൽ ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ അത് ക്രോസ് ഓവർ ഒന്നും ആയിട്ടില്ല. പക്ഷേ പിയിൽ മാർക്കറ്റ് 349 മറ്റോ പോണതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ വന്നു കഴിഞ്ഞാൽ അത് 175 വരെ ഫാൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ 75 അത് ഫാൾ ആവുകയാണെങ്കിൽ നമുക്ക് 240 മുതൽ 50, 62 വരെ സിയിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷമായിരിക്കും പിന്നെ അടുത്ത പിയുടെ മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ വരത്തുള്ളൂ. കാരണം 230 ബ്രേക്ക് ചെയ്ത് പിയിലേക്ക് മുകളിലോട്ട് പോകാമെന്ന് പറയണത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നല്ല ആരോഗ്യം വേണം. നല്ല ആരോഗ്യം വേണമെങ്കിൽ കുറച്ച് ആളുകളെ കൂട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ തന്നെ നിന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യണം. സെക്കൻഡ് തിങ് SMAD യാത്ര പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പീനെ സംബന്ധിച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് മേളിലോട്ട് ഉണ്ടാവണത് തന്നെ. കാരണം ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പി സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടക്ക് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ്, പിയുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇപ്പോൾ നമ്മൾ പിയിലെടുത്തിട്ട് ഹോൾഡ് ചെയ്താലും സിയിൽ നമുക്കത് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാനായിട്ട് പറ്റും ഈസി ആയിട്ട്. അപ്പോൾ എന്താ, മറ്റേത് ഡൗൺ ഇട്ട് പൊക്കോട്ടെ, ഇപ്പുറത്ത് പ്രോഫിറ്റ് കിട്ടിയെന്ന് വെച്ച്
അതെല്ലാം കൂടെ മറ്റേ പി തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നാലും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ പി എടുത്തു വെച്ചിട്ട് കണ്ണ് അതിൽ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. 190 ഫാളായി താഴത്തോട്ട് വന്നാൽ എസ് എം എയിലേക്കുള്ള ഒരൊറ്റ സ്റ്റോപ്പ് ലോസ് കണ്ടിങ് താഴത്തേക്ക് വരും. 190 ഫാളായിട്ട് പി താഴത്തോട്ട് ഫാളായാൽ ഒരൊറ്റ ഡൗണ് 175 150 അല്ല 175 ഉണ്ട്, 171 ഉണ്ട്, 150 ഉണ്ട്. 190 താഴത്തോട്ട് വരണം എങ്കിൽ മാത്രമാണ് പി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതനുസരിച്ചിട്ടായിരിക്കും സിയുടെ മൂവ്മെൻറ്റും. സിയിൽ നമുക്ക് ക്രോസ് ഓവർ ഒന്നും കിട്ടിയിട്ടില്ല, ചെറിയൊരു അലർട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. ആ അലർട്ട് നമുക്ക് കൺഫർമേഷൻ തരണമെന്നുണ്ടെങ്കിൽ പി 190 താഴത്തോട്ട് ഫാളാവുമ്പോഴാണ് സിയിലെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ രണ്ടിൻ്റെയും സപ്പോർട്ടുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ടിൻ്റെയും റെസിസ്റ്റൻസുകൾ തമ്മിൽ നമ്മൾ ഡബിൾ ചാർട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് തന്നെ അതിനാണ്. കാരണം ഫേക്ക് ബ്രേക്ക് ആണോ ജെനുവിൻ ആണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്കത് വളരെയധികം ഗുണം ചെയ്യും. കാരണം 190 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പി ഡൗൺ ആയി അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള മൂവാണ്. അത് എവിടം വരെ വരാമെന്ന് ചോദിച്ചാൽ 175-71 ഒരു സപ്പോർട്ടുണ്ട്. പിന്നെയുള്ള സപ്പോർട്ട് 150ആണ്. 150 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ പിന്നെ കണ്ടിന്യൂഷൻ ഒരു മൂവ്മെൻറ്റ് സിക്കായിരിക്കും. ഇപ്പം നമ്മൾ 230 മുതൽ 239 വരെയും 240 മുതൽ 50 62 വരെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മൂവ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പി 190 ബ്രേക്ക് ചെയ്തും കൂടെ താഴത്തോട്ട് വന്നാലേ നമുക്കത് കൺഫേം ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം 15 മിനിറ്റ്സിൽ RSI ഇൻഡെക്സ് ചാർട്ടിൽ പിയുടെ എന്താ പറയണ്ടേ സൈഡിലേക്ക് ആയിട്ടുണ്ട്. കാരണം പ്രീവിയസ് ഡേയ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ടായ പിയുടെ സ്ട്രക്ചറിലാണ് അല്ലെങ്കിൽ സിയുടെ മൂവ്മെൻറ്റ് ഉണ്ടാക്കണം. കാരണം അത് ഞാനിപ്പോൾ ചാർട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് പറയാം, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ പറഞ്ഞ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ആ ഒരു ഗ്യാപ്പാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് പിയിലുണ്ടായത്, അല്ല അകത്തേക്കുള്ള ഒരു വലിവ് ഉണ്ടായത്. ആ ബോക്സും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ക്യാൻഡിൽസ് ആണ് വോളിയം. അപ്പോൾ അവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഹൈ മൂവ്മെൻ്റ് ആയിരിക്കും താഴത്തോട്ട് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് SMA ആ ലെവലൊക്കെ മുട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 24,618 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 24,662 പോകത്തുള്ളൂ. ക്യാൻഡിൽ 24,618 മുകളിൽ ക്ലോസ് ചെയ്യണം. അല്ലാത്ത പക്ഷം നെക്സ്റ്റ് ക്യാൻഡിൽ കുറച്ചും കൂടെ സ്ട്രഗിൾ ചെയ്താലും SMA താഴത്തോട്ട് വരണം. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ 12-ാം തീയതി വ്യാഴാഴ്ച കൺസോളിഡേഷൻ സോൺ ആയിരുന്ന ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നല്ല രീതിയിലൊരു കൺസോളിഡേഷൻ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഫാളായിരിക്കും മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേ തൽക്കാലം നിവർത്തിയുള്ളൂ. 1 പോയിൻറ്റോ അല്ലെങ്കിൽ ഒരു 240 മുകളിൽ എവിടെയെങ്കിലും ബാക്കിയുള്ളത് ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ 2 മിനിറ്റിൽ ഒരു റീക്രോസ് ഓവർ സിയിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. സിയിൽ 10 മണിക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവും, അതിനുശേഷമുള്ള മൂവ്മെൻ്റ് ആയിരിക്കും സിയിൽ ഉണ്ടാവണമെന്ന്. അപ്പോൾ ഇനി മാർക്കറ്റ് 157 താഴത്തോട്ട് വന്നാൽ വലിയ ഡംപിലേക്ക് പോകും. അല്ലാത്ത പക്ഷം സി ഇത് തിരിച്ച് മൂവ് ചെയ്ത് മുകളിലോട്ട് പോകണം. അപ്പോൾ 5 മിനിറ്റിൽ ഏകദേശം സിയിൽ ഒരു ക്രോസ് ഓവറൊക്കെ വന്ന് കാണണം. ഏകദേശം ഒരു ക്രോസ് ഓവറൊക്കെ വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ കണ്ടിന്യൂഷൻ ചെയ്തങ്ങ് ക്രോസ് ഓവറും കഴിഞ്ഞ് സാധനം റെഡിലേക്ക് കയറുമ്പോൾ മാത്രമാണ് നമുക്കത് കൺഫേം ആയി എന്നിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ക്രോസ് ഓവറിൻ്റെ പക്കത്ത് വന്ന് നിൽക്കുന്നേ ഉള്ളൂ, സ്റ്റിൽ ക്രോസ് ഓവർ ആയിട്ടില്ല. നമ്മുടെ ഇൻഡെക്സിലെ ചാർട്ടിലും ബ്ലൂ ലൈൻ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇനിയുള്ളത് ഞാണുമേ കളിയാണ്. അതായത് 5 മിനിറ്റിൽ പിയുടെ RSIയും ക്രോസ് ഓവറായി നിൽക്കുക. അപ്പോൾ
ഈ ക്രോസ് ഓവറിൽ നിന്ന് RSI ഗ്രീൻ സൈഡിലേക്ക് എത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, അതിൻ്റെ ഒപ്പം തന്നെ താഴത്തോട്ട് വരിക. സെക്കൻഡ്, ഹൈ വോളിയം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 300 ആണ് അടുത്ത ടാർഗറ്റ് പ്രൈസ്. അത് ഹൈ വോളിയം ആയിരിക്കും ഇനി വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ 300 റിജക്ഷൻ പോയിൻ്റ് ആണ്. 300 മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 200, 27, 210 ആണെങ്കിൽ 90 പോയിൻറ്റ്സ് കിട്ടും. മാക്സിമം ലോക്ക് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാണ് അടുത്ത ഡയറക്ഷൻ തീരുമാനിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ നേരെ ഡൗണ്, ഇല്ലെങ്കിൽ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ 300, 349 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ 160ൻ്റെ താഴെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇതിൻ്റെ ടാർഗറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ലെവൽ ഓൾമോസ്റ്റ് 190 ആയിരിക്കും. ഫസ്റ്റ് ടാർഗറ്റ് സീഡ 190 മുകളിലോട്ട് പോയാൽ മാത്രമാണ് പിന്നെ അടുത്തത് 209, അതും ബ്രേക്ക് ചെയ്താൽ 220 ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് വരത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് വളരെ സേഫായിട്ടുള്ള പൊസിഷനാണ്. അവിടെ മാക്സിമം കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ലെവലിനെ ബേസ് ചെയ്തിട്ട് ട്രെയിൽ ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാം റെഡ് ആകുന്നതിലും നല്ലത് ചിലപ്പോൾ 1-2 ഗ്രീനൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് ഡേയുടെ സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ കുറച്ചും കൂടെ ആളെ കൂട്ടാൻ വേണ്ടി ഒരു 2-3 ക്യാൻഡിൽ മേ ബി ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നേക്കാം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം എഗെയിൻ ഈ ഒരു ലെവൽ ഡൗൺ ചെയ്താൽ നല്ല രീതിയിൽ ഫാള് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സിയിൽ കുറച്ച് മൂവ്മെൻറ്റ്, അതായത് സിക്ക് സീഡായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ സി കാണിക്കേണ്ടതായിട്ടുണ്ട് മാർക്കറ്റിൽ. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ആ ജോലി കറക്റ്റായിട്ട് കാണിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പിയുടെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി. നമ്മൾ സിയിൽ പ്രീവിയസ് ക്യാൻഡലിൽ ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 2 പ്രീവിയസ് ആയിട്ട് ഇടാനുണ്ട്. അതേപോലെ തന്നെ 175 റിജക്ഷൻ പോയിൻ്റ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 175ൻ്റെ മുകളിൽ നിൽക്കണം. ഈ ഒരു ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ 175ൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും. അല്ലാത്ത പ്രശ്നം മാത്രമാണ് നല്ല ഡൗൺ താഴത്തേക്ക് അഗെയിൻ വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനും ഒരു ബിഗ് ബ്രേക്കും നമ്മൾ പറഞ്ഞ പോലെ RSI ക്രോസ് ഓവർ താഴത്തോട്ട് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹൈ വോളിയം ജനറേറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റും, രണ്ട് അതിനോടൊപ്പം തന്നെ താഴത്തോട്ടുള്ള മൂവ്മെൻറ്റുമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 349, അതായത് നമ്മൾ എൻട്രി എടുത്തത് 210 ഭാഗത്താണ് നമ്മൾ എൻട്രി എടുത്തത്. 210, 310, 349 പോയിൻ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അത് ട്രെയിൽ ചെയ്താണ് നമ്മൾ ആ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്തെടുത്തത്. ഒറ്റയടിക്കൊന്നുമല്ല, ഒരുപാട് സ്ട്രഗിളിങ് ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. RSI 5 മിനിറ്റിൽ ഇപ്പോഴാണ് ഒരു കർവ് വന്നത് തന്നെ. അത് ഗ്രീനിലേക്ക് കയറുമ്പോൾ മാത്രമാണ് കണ്ടിന്യൂഷൻ ആയിട്ട് ഇനി സിയുടെ മൂവ്മെൻറ്റ് വരത്തുള്ളൂ. ഓൾറെഡി നമ്മൾ 207 210 അത് ട്രെയിൽ ചെയ്ത് 21 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് 349 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റിൻ്റെ മൂവ്മെൻറ്റിൽ ഇവിടെ നമുക്ക് ഇനി നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 ക്ലിക്ക്. ഇത് ഇത്തിരി വലിയ രീതികളാണ്. അതായത് 3 സിയിൽ ഞാനൊരു ബൈ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണേ. ഓൾറെഡി നമ്മുടെ ഡയറക്ഷണൽ മൂവ് ഓൾറെഡി കഴിഞ്ഞു. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ 139 പോയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ചെയ്യുന്നത് ആവറേജിങ് ട്രേഡാണ്. അപ്പോൾ ഇതിൽ ഫോളോ ചെയ്യുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ RSI മേളിൽ പോയിട്ട് എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ ആ ക്രോസ് ഓവറിലായിരിക്കും ഈ CE വിറ്റ് ഒഴിവാക്കാനായിട്ട് പോകുന്നത്.
ശരിക്കും കുറച്ച് ഡിലേ ആയിപ്പോയി. ഈ ക്രോസ് ഓവറിൻ്റെ അവിടെ ആവറേജ് ചെയ്യണമെന്നായിരുന്നു, പിന്നെ നമ്മൾ വന്നപ്പോൾ ഡിലേ ആയിപ്പോയി. അപ്പോൾ ഞാൻ എടുത്തേക്കണ 145ലാണ്. 6 പോയിൻ്റ് ഓൾറെഡി. ഈ 153.85 ഒരു റിജക്ഷൻ ഏരിയ ആണ്. അതും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 172ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ 45, 55, 65, 66 എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഒരു പോയിന്റും കൂടെ പോയി കഴിഞ്ഞാൽ 72ലേക്ക് പോകും. അപ്പോൾ 72-ൽ മാർക്കറ്റ് മുട്ടുമ്പോൾ 2 ലോട്ട് എക്സിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഏകദേശം ഒരു 150 ലെവലിൽ 2 പോയിന്റ് കയറ്റി വെച്ചിട്ട് ട്രെയിൽ ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശം. ആ ഹോൾഡിങ് ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു പോകും, അല്ലെങ്കിൽ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യും. ഇപ്പോഴാണ് സിയുടെ മൂവ്മെൻറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ കാരണം നമുക്കിതിൽ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് 2 ലോട്ടിൽ 172 കിട്ടിയാലും ബാക്കിയുള്ളത് 2 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ടാലും നമുക്കൊന്നും നഷ്ടപ്പെടാനായിട്ടില്ല. അപ്പോൾ നമുക്ക് 172-ൽ എന്ത് ചെയ്യാം? ട്രിഗർ പ്രൈസ് നമുക്ക് മേളിൽ 2 എണ്ണം സെൽ ലിമിറ്റ്, മേളിൽ സെൽ ലിമിറ്റ് ഉണ്ട്. അത് നേരെ വലിച്ചു കൊണ്ടുവന്ന് എവിടെ ഇടാം? 172-ലിടാം. ഒരെണ്ണം കൂടെ സെൽ ലിമിറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. സെൽ ലിമിറ്റ് അതും എന്ത് ചെയ്യാം? വലിച്ചു കൊണ്ടുവന്ന് 171-ലിടാം. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം പിന്നെയുള്ള മാർക്കറ്റ് 172-ലോ 191 ഭാഗത്തേക്കൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഒരു ലോട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്തു പോകാം. ഇതാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കണേ. ആവറേജിങ് ആണ്. ആവറേജിങ് 3 ലോട്ടാണ് ഫസ്റ്റ് ടൈം എടുത്തിരിക്കുന്നത്. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും വരാനായിട്ടില്ല. നമുക്ക് ഇവിടെ അത്യാവശ്യം പോയിന്റുകൾ കിട്ടിയേക്കുന്ന കാരണം കുറച്ച് പോയിന്റ് ഇതിൽ വിട്ടു കൊടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സിയിൽ നമുക്ക് ഓൾറെഡി നമ്മളെടുത്ത ലെവലിൽ നിന്ന് 3 ലോട്ടിലെ കാൽക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ 1000 റുപ്പീസ് അതിലും അഡീഷണൽ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഈ 150 ഈ ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ SMAയിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. അപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി നമ്മൾ 2 എണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട്. അത് SMAയുടെ ലെവലിലേക്ക് ഒന്ന് താത്തി കൊടുക്കാം. കാരണം നമ്മളിട്ട ലെവലിൽ നിന്ന് കൺസോൾട്ടേഷനും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കയറ്റിയിട്ടുണ്ട്. SMA 166 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ നമ്മൾ ഇട്ടിരിക്കുന്നത് 166.05 പിന്നെ നോർമലി ഒരു 1000 റുപ്പീസൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങിയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മളെ SMA എന്നുള്ള ലെവല് ഓൾറെഡി വെച്ചേക്കുന്നതുകൊണ്ടാണ്. കാരണം ലെഫ്റ്റ് സൈഡ് പിയിലും SMA ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ SMAയിലേക്ക് 273, 265 ആ ലെവലൊക്കെയാണ് കൺസോൾട്ടേഷൻ വിത്ത് SMA നിൽക്കുന്നത്. അപ്പോൾ സിയിൽ ചെറിയൊരു വിക്ക് താഴത്തോട്ട് വരുമ്പോൾ സിയിൽ ചെറിയൊരു വിക്ക് മുകളിലോട്ട് പോയി 166 ഇടിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പം SMA വീണ്ടും താഴത്തോട്ട് ഒന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിനർത്ഥം അതനുസരിച്ചിട്ട് നമുക്ക് SMA ഒന്ന് താത്തി കൊടുക്കണം. നമ്മുടെ ലൈൻ ഒന്ന് താത്തി കൊടുക്കണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇട്ടേക്കണം. 163-ലാണ് SMA നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടേത് 162 ഓൾമോസ്റ്റ് ഹിറ്റായി, ഓർഡർ എക്സിക്യൂട്ടീവായി. അപ്പോൾ 1000 സംതിങ് കിട്ടിയിട്ടുണ്ട്, 1206 കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള ഒരു പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വേണമെങ്കിൽ വേണ്ട, ഇതിപ്പോൾ ന്യായമായിട്ടുള്ള പ്രോഫിറ്റാണ്. SMAയിൽ മുട്ടി 1200 സംതിങ് അവിടെ വളരെ സിമ്പിളായിട്ടും ഒരു ടെൻഷനും ഇല്ലാതെ പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുണ്ട്. അത് ഡിസിപ്ലിൻ ട്രേഡിങ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഒരു 21 നമ്മളെ നിലവിലുള്ള ഒരു 150 ലെവലിലേക്ക് ഇട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 169-ലേക്കോ 191-ലേക്കോ 200-ലേക്കോ 210-ലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാം.
എപ്പോഴും ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ദ സേഫസ്റ്റ് ടാർഗറ്റ് എന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് കൺഫേം ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലോട്ടിന് പകരം ഡയറക്റ്റ്, അതായത് നമ്മളിവിടെ ആദ്യമേ ഒരെണ്ണം ആവറേജ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ആയിട്ട് ആവറേജ് ചെയ്യുന്നത് 125 എന്നുള്ള ഭാഗത്തായിരിക്കും. ആ 125 ആവറേജ് ചെയ്യണതിന് പകരം 3 ലോട്ട് ഡയറക്റ്റ് അവിടെ നിന്ന് എടുത്തു, ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ഇറങ്ങി മുമ്പോട്ട് പോയി. ഇവിടെ കറക്റ്റായിട്ട് SMA മാർക്കറ്റ് റീടെസ്റ്റ് അടിക്കുന്നുണ്ട്. ഇനി നിലവിലുള്ള ലോ 265 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലായിരിക്കും സിയുടെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പം നമ്മൾ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ആയത് കണക്കും പ്രകാരം സിയുടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. 224,400 സിയുടെ സ്ട്രൈക്ക് നമുക്ക് ഒന്ന് എടുത്തു വെക്കാം. അതിൽ നോക്കിക്കേ 190 211 റെഡ് ലൈന് മുകളിലാണ് മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 254 RSI ക്രോസ് ഓവർ ആവുന്ന വരെ ഇനി എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഡിസിപ്ലിൻ ട്രേഡ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ടെൻഷൻ ഇല്ലാതെ പ്രോഫിറ്റ് എടുത്ത് മാറാം. കാരണം ഒരു ടാർഗറ്റിലേക്ക് എത്തി, പിന്നെ അവിടെ ഡൗൺ വരുമ്പോൾ അതൊന്നും കണ്ട് പേടിച്ചിരിക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇൻഡെക്സ് ചാർട്ടിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത്, ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ടാർഗറ്റൊക്കെ ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം. ഒരു പാറ്റേണിൻ്റെ കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ചെറിയ ഗ്യാപ്പ് അപ്പോ ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ പാറ്റേൺ ഫോം ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെന്ന് ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വ്യൂ പ്രകാരമാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ PE എടുത്തതും പിന്നെ ഇപ്പോൾ ചെറിയ റിജക്ഷൻ മോഡലിൽ CE എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എനിവേ ഇത്രയൊക്കെയാണെന്ന് പറയാനായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇറങ്ങിയ സ്ഥലം പക്കയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് അവിടെ ഇറങ്ങി 4 കാര്യങ്ങളാണ് അവിടെ കൺഫർമേഷൻ കിട്ടിയിരിക്കണേ. ഒരു റെഡ് ഡോട്ട്, ഒരു വൈറ്റ് ലൈൻ, ഒരു മഞ്ഞ ലൈൻ, അതിനേക്കാൾ ഉപരി പ്രീവിയസ് ആയിട്ട് 1 2 3 4 5 6 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്ത സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, നമ്മൾ തടുക്കാനായിട്ട് നേരത്തെ 6 ക്യാൻഡിൽ ഫോം ചെയ്ത് 6 ആളുകളാണ് നമ്മളെ തടുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റക്ക് ചെന്നു, അവരെ 6 പേരുള്ള കാരണം ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഒരാളെ കൂടെ കൂട്ടി, നമ്മൾ വീണ്ടും ഒരാളെ കൂടെ കൂട്ടി, ചിലപ്പോൾ 2-3 പേരെ കൂടെ നമ്മൾ കൂടെ കൂട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം വാതിൽ തുറക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താ, വഴി ഹൈവേ പോലെ കിടക്കുകയാണ്. ഇതിൻ്റെ ആ ഒരു സ്പേസ്, അതായത് ഈ ഒരു തുറസായ സ്ഥലം കൺജസ്റ്റഡ് ആവുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് തീർന്നുകൊണ്ടിരിക്കും എന്ന് പറയണ പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ക്യാൻഡിൽ ഇല്ലെങ്കിൽ 1/3 3 ക്യാൻഡിലായിരിക്കും ടാർഗറ്റ് 253 റീച്ച് ചെയ്യാനായിട്ട് പോണേ. പക്ഷേ ആ 253 റീച്ച് ചെയ്യാൻ പോണതിന് മുമ്പ് ചിലപ്പോൾ പുറകിയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെയൊക്കെ വന്നിട്ടേ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുള്ളൂ. നമ്മൾ 3 ലോട്ട് എടുത്തു. ഇപ്പോൾ ഒരു 1200 1300 റേഞ്ചിൽ നമ്മൾ 3 ലോട്ടും കൊടുത്ത് സ്വസ്ഥമായിട്ടിരുന്നു. കാരണം അവിടെ ബ്രേക്ക് ചെയ്ത് പോകാൻ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഒരെണ്ണം ഹോൾഡ് പോലും ചെയ്യാതെ 3ഉം കിറ്റ് ചെയ്തതിൻ്റെ റീസൺ. ഇനി അഗെയിൻ ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 253 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കറക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഇവിടെ 2 മിനിറ്റിൽ പീലെടുക്കുമ്പോൾ കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും. 2 മിനിറ്റിൽ RSI ക്രോസ് ഓവർ ചെയ്ത് 304 SMA റിജക്ഷന് വേണ്ടി പോവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡംപ് വരുന്നത്. ഈ ഡംപ് 187 വരികയും പിയുടെ മൂവ്മെൻറ്റ് 304 റിജക്ഷന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. അതുക്ക് മേലെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെ പോകാം, പിയിൽ അടുത്ത ഡയറക്ഷൻ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് PE 362 തിരിച്ചു പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് 5 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവർ ആയാലേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം $360+ പോകണമെങ്കിൽ ഏകദേശം ഒരു 320 ബ്രേക്ക് ചെയ്യണം. 320 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 362 മൂവ് ചെയ്യത്തുള്ളൂ. നമ്മളത് കൂടുതലായിട്ട് അത്ര വലിയ കോൺസെൻട്രേഷൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം 100 പോയിൻ്റ് ഇവിടെ കിട്ടി,
ഇവിടെയും കുറച്ച് പോയിന്റ് കിട്ടി. ചാർട്ടിന് റെസ്പെക്റ്റ് ചെയ്യുക, നമ്മൾ മാറിക്കൊടുക്കുക. കാരണം നമ്മൾ വൈകുന്നേരം വരെ പ്രോഫിറ്റ് എടുക്കാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കണം, എങ്കിൽ അവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പം നമുക്ക് ടെൻഷൻ ഇല്ലാതെ എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് ആളുകൾ ഇപ്പോഴും ലോസിൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അവർക്കുള്ള സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പം നമ്മൾ മാറി നിന്നാലാണ് അടുത്ത ആളുകൾക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 304ലേക്കുള്ള റിജക്ഷനാണ് പിയിൽ പറഞ്ഞത്. എനിവേ അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് ട്രേഡ് ചെയ്യാനോ, അപ്പോൾ പേടിയുള്ളവർക്ക് ആവറേജിങ്ങിൻ്റെ ഈ ലൈവിൽ തന്നെയാണ് നമ്മൾ ആവറേജിങ്ങും കൂട്ടത്തിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ വീണ്ടും പഴയ സ്ട്രൈക്കിലേക്ക് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ 304 ഓൾറെഡി ടാർഗറ്റ് 300 SMA ഓൾറെഡി പിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് പോവാം. അതോ കുറച്ചുകൂടെ ലോട്ട് സൈസൊക്കെ കൂടുതലുണ്ട്, ടെൻഷൻ അടിക്കാൻ പാടില്ല. ആവറേജിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തന്നെ ആവറേജ് ചെയ്യാം. ഇപ്പം എൻ്റെ ആഗ്രഹം ഇപ്പം നിലവിലുള്ള ആളുകളെയൊക്കെ നല്ല രീതിയിലൊന്ന് പഠിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആവറേജിങ്ങിലേക്കൊക്കെ ലൈവിൽ തന്നെ പോകണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അതിലേക്കും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കണം, എങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമുക്ക് ഒട്ടും പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ആൾ ദി ബെസ്റ്റ്.